ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ മക്കളെ, അഡ്മിഷനൊക്കെ എടുത്തു, ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, കുറേ വിദ്യാർത്ഥികൾ സപ്ലിമെന്ററിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവരെല്ലാം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് NSS, അതായത് നാഷണൽ സർവീസ് സ്കീമിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെ കേട്ടു, ഇതെങ്ങനെയാണ്? അപ്പോൾ കുറേ കൺഫ്യൂഷൻസ്. അപ്പോൾ ആ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്ത് തരാം ഞാൻ ഈ വീഡിയോയിലൂടെ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും, നിങ്ങൾ വീഡിയോ കണ്ടുപോകുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ കമൻറ്റ് കൂടിയിട്ടേക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കമൻറ്റും വാരി വലിച്ചിട്ടോ. എടാ, NSS ഈ നാഷണൽ സർവീസ് സ്കീമിൽ എങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്? ഇപ്പം ഞാൻ നാഷണൽ സർവീസ് സ്കീമിലേക്ക് അപ്ലൈ ചെയ്തത് ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഗ്രേസ് മാർക്ക് മാത്രം നോക്കിയിട്ടാണ്. അതായത് നമ്മൾ സോഷ്യൽ സർവീസ് എന്നൊക്കെ പറയുന്നത് നാഷണൽ സർവീസ് സ്കീമിൽ കയറിയാൽ മാത്രമേ ചെയ്യാവൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിക്കോട്ടെ, എല്ലാവരോടും നമ്മൾ ഭയങ്കര പൊളൈറ്റായിട്ട്, അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട് നമ്മൾ നിൽക്കണം. അത് NSSൽ കയറിയാൽ മാത്രമേ ചെയ്യാവൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള നല്ല ശീലങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവാം. പിന്നെ NSSലേക്ക് വരുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ? അതായത് നമ്മൾ കുറേ സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു റിവാർഡായിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. ഏകദേശം ഒരു 20 മുതൽ 25 വരെ മാർക്കൊക്കെ ഗ്രേസ് മാർക്കായിട്ട് കിട്ടാറുണ്ട്. സോ ഈ ഗ്രേസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു A ഗ്രേഡ് ആയിട്ടിരിക്കുന്ന സബ്ജക്റ്റ് A+ എത്താം, അല്ലെങ്കിൽ B+ ഇരിക്കുന്ന സബ്ജക്റ്റിന് A+ലേക്കൊക്കെ എത്താൻ വേണ്ടി സഹായിക്കുന്നത്. സോ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് NSS. അതുകൊണ്ട് എല്ലാവരും NSSന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാത്ത സ്കൂളുകൾ പോലും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് NSSന് നമ്മളെ സെലക്ട് ചെയ്യുന്നത്? സാധാരണഗതിയിൽ NSSന് ചേരാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് സ്കൂളുകളിൽ. അതിനുശേഷം നിങ്ങളെ കുറേ സെലക്ഷൻ പ്രൊസീജിയേഴ്സിലൂടെ കടത്തിവിടും. അതിൽ മോസ്റ്റ്ലി പല സ്കൂളുകളിലും ആദ്യം നിങ്ങളൊരു ക്ലീനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കാറുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇതുപോലുള്ള സർവീസുകളിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാം, എന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചില സ്കൂളുകൾ ഒരു ടെസ്റ്റ് നടത്താറുണ്ട്. അത് NSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിനുശേഷം വരുന്നതാണ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് മിക്ക സ്കൂളുകളിലും ഇന്റർവ്യൂ കാണും. ഇന്റർവ്യൂ പ്രൊസീജിയറും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കൂളിൽ NSSൽ ഒരു 50 സീറ്റായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ 50, ഒരു യൂണിറ്റിൽ 50 സ്റ്റുഡൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 50 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു 100ന് മുകളിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു സ്കൂളിൽ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. സോ ഇതിൽ നിന്നെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇത്രയും ടോട്ടൽ സ്റ്റുഡൻസ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ വരുന്നത്? ചിലപ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിരിക്കും. ഈ ടെസ്റ്റിൽ NSSുമായി ബന്ധപ്പെട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ പോലും പല വീഡിയോസ് അവൈലബിൾ ആണ്, അത് കണ്ടിട്ടൊന്ന് നോക്കുക. സെലക്ഷൻ ടെസ്റ്റൊക്കെ എല്ലാവരും പാസ്സാകും. പിന്നെ വരുന്നത് ക്ലീനിങ് സമയത്ത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ സ്കൂളിൻ്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യിക്കാനായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളെ അത് നോക്കാൻ വേണ്ടി, നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സീനിയേഴ്സ് കാണും, പിന്നെ NSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചേഴ്സ് കാണും. സോ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അലമ്പൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ആ ക്ലീനിങ് പ്രോസസ്സിൽ നിങ്ങൾ ഇൻവോൾവ് ആവുക. നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് എപ്പോഴും NSSൽ സെലക്ട് ആവുന്ന കുട്ടികളെന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഒരു മടിയും കൂടാതെ ചെയ്യുന്നവരെ ആയിരിക്കും ടീച്ചേഴ്സ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയാണ് NSSന് ആവശ്യം. സോ നിങ്ങൾ ഒന്ന് ഭയങ്കര ആക്റ്റീവായിട്ട്, ഭയങ്കര ഊർജ്ജത്തോടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കുമല്ലോ ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കുട്ടികൾ ഇന്റർവ്യൂ ഒന്നും നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല, അല്ലേ? ഫസ്റ്റ് ടൈമിലായിരിക്കും നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിനെ കാണുന്നത്. അപ്പം വളരെ ഫ്രീ ആയിട്ടുള്ള, ഇപ്പം ഇന്റർവ്യൂ എന്ന് പറയുമ്പം NSSനെ പറ്റിയിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഇങ്ങനെ ഊർന്നിറങ്ങി ചോദിക്കുക, അങ്ങനത്തെ ഒന്നുമല്ല. ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് NSSുമായിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും. മോസ്റ്റ്ലി ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയാവോ? എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവം, നിങ്ങൾ എന്തുകൊണ്ടാണ് NSSൽ ചേരുന്നത്? അപ്പം നമ്മൾ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഉത്തരം പറയണം. അല്ലാണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിജീവി ചമഞ്ഞ് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഭയങ്കര ലോയലായിട്ട് പറയുന്ന കാര്യങ്ങൾ, ലോയൽ അല്ലെങ്കിൽ കൂടി, നോട്ട് ദ പോയിന്റ്, ലോയൽ അല്ലെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ ചെയ്ത് കാണിക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ NSSന് കയറുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഫസ്റ്റ് ചോദ്യം ഇത് തന്നെയായിരുന്നു, എന്താണ് NSSൽ എന്താണ് അതിന് ചേരുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ സ്കൂൾ സമയം മുതൽ നമ്മൾ ഇതുപോലുള്ള സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ക്ലബ്ബുകളിൽ, ഞങ്ങളുടെ സ്കൂളിൽ SPC പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ
SPC-ലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവസരമല്ലേ. അപ്പൊ നമുക്ക് ആകെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ക്ലബ്ബുകൾ, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, അപ്പൊ അങ്ങനെയുള്ള ക്ലബ്ബുകളുടെ ഭാഗമാകുക എന്നുള്ളതായിരുന്നു. ആ കാലഘട്ടം മുതലേ സ്കൂളിലെ കുട്ടികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ അതൊക്കെ നോക്കിയിട്ട് കണ്ട് പ്രവർത്തിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ പല പല ക്ലബ്ബുകളുണ്ട്. നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ എന്നൊക്കെ പറയുന്നത് അറിയാലോ, നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിൽ അവിടെ പോയി നമ്മൾ സഹായിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. സോ അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ബിഹേവിയർ എനിക്കത് കൊച്ചിലെ മുതലേ ഉണ്ട്. സോ ആ ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ NSS ആണെന്ന് എനിക്ക് തോന്നി. തട്ടിവിട്ടതാണേ. അപ്പൊ അതൊക്കെ ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതായത് നിങ്ങൾ ഇതുപോലെ സ്കൂളിലാണെങ്കിൽ ഇപ്പൊ SPC-യിൽ ഉണ്ടായിരുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാം SPC-ലൊക്കെ ഭാഗമായിരുന്നു, എനിക്ക് ഇങ്ങനെയുള്ള ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ്, സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം DYFI ഒക്കെ നിങ്ങൾ പൊതിച്ചോറൊക്കെ കൊടുക്കുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെറുതെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും പറയാം. അപ്പം പറയാം ഇങ്ങനെ പൊതിച്ചോറിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോകാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ ചെന്നൊരു ക്ലബ്ബുണ്ട്, ആ ക്ലബിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഭയങ്കര വലിയ സാധനങ്ങൾ അടിച്ചു വിടുകയല്ല ചെയ്യേണ്ടത്, ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ അടിച്ചു വിടുക. അപ്പൊ ടീച്ചേഴ്സിന് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. അപ്പൊ അത് അവിടെ കഴിയും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് ഇങ്ങനെ സോഷ്യൽ സർവീസ് പരമായിട്ടുള്ള മേഖലകളിലേക്ക് പോകാനാണ്. ഇപ്പൊ നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് BSW MSW പോലുള്ള കോഴ്സുകളുണ്ട്. അതായത് ബാച്ചിലർ ഇൻ സോഷ്യൽ വർക്ക്, മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനാണ് താല്പര്യം. സോ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഫീൽഡ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കയറാൻ. ഇങ്ങനെയൊക്കെയുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ പ്രളയമൊക്കെ വന്ന സമയത്ത്, കോവിഡ് ടൈമിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സോഷ്യൽ സർവീസുകളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. സോ എനിക്ക് എൻ്റെ ആ ഒരു സർവീസ് ഒക്കെ ഭയങ്കരമായിട്ടൊന്ന് ബെറ്റർ ആക്കാം. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഭയങ്കര അട്രാക്ട് ചെയ്യിക്കുന്ന പോയിന്റ്സുകളായിരിക്കണം നമ്മൾ പറയുന്നത്. ഇന്റർവ്യൂ ചെയ്യുന്നവർ നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. അതായത് നമ്മൾ ഉറങ്ങി തൂങ്ങി അങ്ങനത്തെ ഒരു ബിഹേവിയർ ആയിരിക്കരുത് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആണ്, നിങ്ങൾ എല്ലാത്തിലും ചാടിക്കടന്ന് കയറുന്ന ഒരാളാണ്, എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും യാതൊരു മടിയും കൂടാണ്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ഒരു പോസിറ്റീവ് ബിഹേവിയർ നമ്മുടെ ബോഡി ലാംഗ്വേജിലെ ഈ ബോഡി ലാംഗ്വേജ് പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ ഒരു അങ്ങനെ ഒരു ഉന്മേഷം ഇല്ലാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോഴേ എടുത്ത് പുറത്താക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആർട്സ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പാട്ട് പാടുന്നവർ, അല്ലെങ്കിൽ ചിലർ എലക്യൂഷൻ പ്രസംഗിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മിമിക്രി കാണിക്കുന്നവരുണ്ടായിരിക്കാം. സോ ഇങ്ങനെ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾ അത് ഷോക്കേസ് ചെയ്യണം, നിങ്ങൾ അത് പ്രത്യേകം എടുത്ത് പറയണം. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ അവർ സെലക്ട് ചെയ്യും. കാരണം NSSന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു 7 ദിവസത്തെ ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ ക്യാമ്പ് എല്ലാ ദിവസവും നമുക്ക് കൂടുതൽ ക്യാമ്പ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് നമ്മുടെ ഓരോരോ പെർഫോമൻസ് കൂടിയൊക്കെയാണ്. ആൻഡ് നമ്മൾ ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനത്തുള്ള കുട്ടികളുടെ പ്രസൻസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാംസിന്റെ ബ്യൂട്ടി അല്ലേ. സോ അങ്ങനത്തുള്ള കുട്ടികളെ കൂടുതൽ അവർ സെലക്ട് ചെയ്യും. ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ, പാട്ട് പാടുന്ന കുട്ടികൾ, ഇവരൊക്കെ സെലക്ട് ചെയ്യും. സോ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ നമ്മൾ അവരോട് കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് പങ്കെടുത്തിട്ട് പ്രൈസ് കിട്ടിയവരാണ്, എന്തെങ്കിലും മെഡൽസ് കിട്ടിയിട്ടുള്ളതാണ്, നമ്മൾ ഇതെല്ലാം അവരോട് പറയണം. അപ്പൊ അങ്ങനെയുള്ള ഇപ്പോൾ സ്പോർട്സിൽ തന്നെ ആണെങ്കിലും നല്ല ഇങ്ങനെയുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കത്തില്ലേ. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ഷോക്കേസ് ചെയ്യണം. നമ്മുടെ എല്ലാ ടാലന്റും നമ്മൾ ഷോക്കേസ് ചെയ്യണം. അതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന ഘടകങ്ങൾ. പിന്നെ ഇതുപോലെ നിങ്ങൾ എന്ത് സബ്ജക്റ്റാണ് എടുത്തത്, ഇപ്പൊ നിങ്ങൾ സയൻസ് ആണെങ്കിൽ സയൻസ് എന്തുകൊണ്ടാണ് എടുത്തത്, അല്ലെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് എന്തുകൊണ്ട് എടുത്തു. നമുക്ക് ചിലപ്പോൾ നമുക്ക് അറിയാണ്ട് നമ്മൾ കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ ഒക്കെ പെട്ടുപോയവരുണ്ടായിരിക്കും. സോ അതൊന്നും പറയരുത്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ എനിക്ക് കൂടുതൽ സാമൂഹ്യശാസ്ത്രം, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ പഠിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. എനിക്ക് ഭാവിയിൽ ഇതുപോലെ ഒരു പ്രൊഫസർ ആകാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ UPSCക്ക് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അതാണ്. ക്ലിയർ ആയി. അപ്പൊ അങ്ങനെ അത് കൊമേഴ്സ് എന്തുകൊണ്ടാണ് എടുക്കുക, എനിക്ക് CA പോകാനാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഈ സബ്ജക്ട് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം. സയൻസ് എടുത്തത് എന്തുകൊണ്ടാണ്, വീട്ടുകാരുടെ നിർബന്ധത്തിലാണോ എടുത്തതെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തിലല്ല, നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്നുള്ള ഒരു ഇമേജ് വേണം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ അവർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ വളരെ കൂൾ ആൻഡ് പ്ലസന്റ് ആയിട്ട് വേണം നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കാൻ. ഇതാണ് ഇവിടെ അവർ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ എത്രമാത്രം ആക്റ്റീവാണ്, നമ്മൾ എത്രമാത്രം കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് എന്നുള്ളതാണ് അവിടെ അവർ ചെക്ക് ചെയ്യുന്നത്. സോ ഇന്റർവ്യൂ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകാം. പിന്നെ NSS എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കയറുമ്പോൾ നമുക്കൊരു ചെറിയ മടിയോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ഒന്നും അല്ല, നമ്മുടെ ഗ്രേസ് മാർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കയറിയാലും നമ്മളൊന്ന് ഇൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലാണ്. അതായത് നമുക്ക് NSS എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം, ഇപ്പൊ എൻ്റെ +2 കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കുന്നത് NSSലെ കാര്യങ്ങളാണ്. NSS ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ക്യാമ്പ്, 7 ദിവസത്തെ ക്യാമ്പ്, ഒരു NSS വോളണ്ടിയർ
ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണ് 7 ദിവസത്തെ ക്യാമ്പ് എന്ന് പറയുന്നത്. ലൈഫ് ലോങ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവമായിരിക്കും. സോ ഇത് കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ പോകുമ്പോഴും NSSന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് താല്പര്യം തോന്നും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റും ഈ NSS പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. സോ ഒരു ഗ്രേസ് മാർക്കിലുപരി നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് NSS. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഗ്രേസ് മാർക്ക് മാത്രമാണ് എൻ്റെ ആദ്യത്തെ പ്രൈമറി ലക്ഷ്യം. ഞാൻ അങ്ങനെയാണ് അതിലേക്ക് കയറിപ്പെടാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അതിലേക്ക് ഇന്നായി കഴിഞ്ഞതിന് ശേഷം അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതി, ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മളെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൻഡ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ NSS എന്ന് പറയുമ്പോൾ ഒത്തിരി നിങ്ങൾ മെനക്കെട്ട് പണിയെടുക്കേണ്ട സംഭവമൊന്നുമില്ല. നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ SPC ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒത്തിരി കുട്ടികൾ ആഗ്രഹിച്ച് SPC എടുക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ നമ്മൾ കുറെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ NSSൽ ഓരോ ഡേയ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഹോസ്പിറ്റൽസിൽ നമ്മൾ പോകും, ചിലപ്പോൾ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് NSSലൂടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ഈ ക്വാളിറ്റി ഒക്കെ ഉള്ള ആളാണെന്നുള്ളത്. സോ എടാ മക്കളെ, എല്ലാവരും NSSന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട്, നിങ്ങളുടെ ബിഹേവിയർ ആണ് അവരവിടെ പരിശോധിക്കുന്നത്. സോ നിങ്ങൾ നല്ല നീറ്റായിട്ട്, നല്ല ക്ലീൻ ആയിട്ട്, അലമ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ട് നിങ്ങൾ ആ ഇന്റർവ്യൂ ബോർഡിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ NSSന്റെ സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ 2 പേജ് ഇൻസ്റ്റാഗ്രാമിൽ ടെയിൽസ് ഓഫ് സ്റ്റുവേർഡ്സും ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറയുന്ന പേജിലും നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ആൻഡ് എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വന്ന് സമീപിക്കാം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി കോണ്ടന്റുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, അവർക്കെല്ലാം യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.